അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കയറി ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസായ ഡ്യൂസൽഡോഫിലെത്തി കേട്ടോ. ഇതാണ് ഡ്യൂസൽഡോഫ് ഹൗബാനോഫ്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾക്ക് വേറെ ഒരു പ്ലാനുമില്ല. നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഹോട്ടലല്ല, നമ്മളൊരു വീടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലേക്ക് നേരെ ചെല്ലുക, റെസ്റ്റ് എടുക്കുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. നെക്സ്റ്റ് ഡേ നമ്മൾ പുറത്തിറങ്ങുള്ളൂ എന്നാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വേഗം ഇവിടുന്ന് അടുത്ത വണ്ടി എടുത്ത് വീട്ടിലേക്ക് ഇറങ്ങി. ഇതാണ് നമ്മളെടുത്തിരിക്കുന്ന വീട്. ഇതൊരു പെൻറ്റ് ഹൗസാണിത്. അതായത് ഏറ്റവും ടോപ്പിലത്തെ ഒരു വീടാണിത്, ഒരു അപ്പാർട്ട്മെൻ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ക്യൂ ഭയങ്കര ഹാപ്പിയായി. കാരണം ഇവർ കുറേ കുട്ടികൾക്ക് വേണ്ട കുറേ ടോയ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഹൗസ് ഓണർക്കും കുട്ടികളുണ്ട്. അപ്പം ഇവിടെ ഒരുപാട് ടോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്യൂ ഭയങ്കര ഹാപ്പിയായി. അവളപ്പോൾ ടോയ്സ് വെച്ചൊക്കെ കളിക്കാൻ തുടങ്ങി കേട്ടോ. അത്യാവശ്യം സൗകര്യമുള്ളൊരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾ 4 പേർക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിൽക്കാൻ പറ്റുന്നു. ഒരു കിച്ചണും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കിച്ചണിൽ പോയി കോഫി എല്ലാം ഇട്ടു. പിന്നെ ഇവിടെ അടുത്തുള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡെല്ലാം വാങ്ങിച്ചുകൊണ്ടുവന്നു. അതിനുള്ളിൽ ക്യൂ നല്ല ഉറക്കമായി കേട്ടോ. ക്യൂ കിടന്ന് ഉറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡെല്ലാം ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങുവാണ്. നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ പുറത്തിറങ്ങാൻ പോകുന്നത് കേട്ടോ.